വെൽക്കം ബാക്ക് ടു ദിസ് ന്യൂ കോൺസെപ്റ്റ് ഓഫ് ടെക് ഫ്ലോറ. ദിസ് ഇസ് ബിന്ദു ജോസഫ് ഫ്രം കോഴിക്കോട്. കാഴ്ചയിലുള്ള വ്യത്യാസമല്ല, കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ് ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്. ജീവനുള്ള വസ്തുക്കളുടെ അന്തസത്ത അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് 50% നർച്ചറിങ്ങിലൂടെയും 50% നേച്ചറിങ്ങിലൂടെയാണ്. അത് ജന്മസിദ്ധമായ 50%, പ്രകൃതി അല്ലെങ്കിൽ തൻ്റെ എൻവയോൺമെൻറ്റ് നൽകുന്ന 50%. തനിക്ക് ചുറ്റിലുമുള്ള പരിതസ്ഥിതിക്ക് അനുസൃതമായി ജീവിച്ച് വൈകൃതം സംഭവിച്ച ഒരു ചെടിയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് യാതൊരു കൃത്യനിഷ്ഠയില്ലാതെ വളർന്നു വന്നിട്ടുള്ള ഒരു ചെടിയാണിത്. ഇതിനെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അയൺ റോഡാണ്. വളച്ചു വെക്കാവുന്ന അയൺ റോഡാണ്. 2 അയൺ റോഡിനെ നമ്മൾ ഒരു ഓവൽ ഷേപ്പിലേക്ക് വളച്ച് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ അയൺ റോഡിനെ നമ്മൾ 4 എഡ്ജസ് ചട്ടിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒതുക്കി കെട്ടാൻ പോവുകയാണ്. ഇന്ന് വേണ്ടാത്ത അഡീഷണലായിട്ട് വന്നിട്ടുള്ള സ്റ്റെംസിനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അതിനുശേഷം ഓവൽ ഷേപ്പിലേക്ക് ആകുവാൻ ആവശ്യമായ തലപ്പുകളെ മാത്രം നമ്മളിവിടെ നിലനിർത്തുകയാണ്. അതിൻ്റെ തല നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ആ കമ്പിയോട് ചേർത്ത് ഒരു ഓവൽ ഷേപ്പിലേക്ക് നമ്മൾ വളച്ച് കെട്ടി ഒതുക്കുകയാണ്. ചാക്കുനൂൽ ഉപയോഗിച്ച് നമ്മൾ കെട്ടുന്നു. ഓരോ സൈഡിലേക്ക് ആവശ്യമായ തലകളെ എടുത്ത് നമ്മൾ കെട്ടി ഓവൽ ഷേപ്പ് ആക്കിയെടുക്കുകയാണ്. ഇപ്പോൾ ചെടികൾ ഓൾറെഡി ഇപ്പോൾ ചെറിയൊരു വാട്ടമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വേര് മണ്ണിലേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ചെടിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട്. ഒരാഴ്ച കൊണ്ട് ആ ക്ഷീണമൊക്കെ മാറി നല്ല ഉഷാറായിക്കോളും. ചാക്കുനൂൽ ഉപയോഗിച്ച് കെട്ടുന്നു. ചെടിക്ക് ക്ഷതവും ഇല്ലാതെ വന്ന് കെട്ടുന്നു. നമുക്കറിയാം അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ, അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത് നമ്മൾ അതിനാവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ വെട്ടിയിട്ടിരിക്കുന്നതാണ്. ചെടിക്ക് വേണ്ടുന്ന ഭാഗം മാത്രമേ നമ്മൾ അവിടെ നിലനിർത്തിയിട്ടുള്ളൂ. ബാക്കി ഭാഗങ്ങൾ നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഒരു ഓവൽ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ തലകളെ മാത്രം നമ്മളവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മളിതാ ഒരു ഓവൽ ഷേപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം നമ്മളിതാ വെട്ടി ഒതുക്കി ആവശ്യമുള്ള ഭാഗത്തിന് അയൺ റോഡിൻ്റെ സപ്പോർട്ട് കൊടുത്ത് ഒരു ഓവൽ ഷേപ്പിലേക്ക് മാറ്റിയെടുത്തു. ഇനി ഇതിന് ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം ഇഷ്ടംപോലെ ഈ ഗ്യാപ്പുകളെല്ലാം തന്നെ അധിക താമസിക്കാതെ പെട്ടെന്ന് ഇളംതളിരുകൾ വന്ന് ഫില്ലായിക്കോളും. നമുക്ക് ഒരു 10-20 ദിവസം വെയിറ്റ് ചെയ്യാം. 20 ദിവസത്തിന് ശേഷമുള്ള നമ്മളുടെ ഓവൽ ഷേപ്പ് ബോഗൺവില്ലയാണിത്. കുറേ വശങ്ങളിലെല്ലാം പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ നമുക്കതിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലോട്ടസിൻ്റെ ഷേപ്പിലേക്ക് ഉണ്ടാക്കിയെടുത്ത മറ്റൊരു ബോഗൺവില്ല. ഇതളുകളുടെ ഭാഗത്ത് ഇതളുകൾക്ക് ആവശ്യമായ രീതിയിൽ നമ്മൾ സ്റ്റെംസിനെ കട്ട് ചെയ്ത് നിർത്തി അതിനെ കൂമ്പിയ ഇതളുകൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സ്റ്റെംസിനെ കമ്പി കെട്ടി ഉയർത്തി 2 തട്ടുകളായി ചെടിയെ ഒരുക്കിയെടുത്ത് ഫൈനലി ഒരു ലോട്ടസിൻ്റെ അല്ലെങ്കിൽ ഒരു ആമ്പൽ പൂവിൻ്റെ ഷേപ്പിലേക്ക് വന്ന മറ്റൊരു ചെടിയാണിത്. ഈ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഷേപ്പിലേക്ക് ഏതൊരു ചെടിയെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഹീറോ ആരായിരുന്നോ? മായാവിയായിരുന്നു. രാജുവിനെ രാധയെ എപ്പോഴും രക്ഷിക്കാൻ എത്തുന്ന നമ്മുടെ സ്വന്തം മായാവി. എന്നാൽ ഇന്ന് ഞാൻ ഹീറോയായി കാണുന്ന മറ്റാരെയുമല്ല, നമ്മുടെ കുട്ടൂസിനെയും ഡാഗിനിയെയും നമ്മുടെ ലുട്ടാപ്പിയെയുമാണ്. കാരണം എന്താണെന്നോ, ജീവിതത്തിൽ ഒരുപാട് തവണ അവർ തോറ്റ് തുന്നം പാടിയിട്ടും തോറ്റ് പിന്മാറാൻ തയ്യാറാവാത്ത അവരാണ് ഇന്ന് എൻ്റെ ഹീറോ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്